ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട്, പ്രസാദയൂട്ട് എന്നിവ ആഗസ്റ്റ് 2 നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി മനക്കൽ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെയും വിഷ്ണു നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ഗജവീരൻ ചെർപ്പുളശ്ശേരി ശ്രീ അയ്യപ്പനെ പ്രത്യക്ഷ ഗണപതിയായി സങ്കല്പിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. അന്നേ ദിവസം നടക്കുന്ന ആനയൂട്ടിൽ 5 ഗജവീരന്മാർ അണിനിരക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2026 ഓഗസ്റ്റ് 2 പുത്തനാൽക്കൽ ആനയൂട്ട് നടത്തുകയാണ്. രാവിലെ 5 മണിയോടുകൂടി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം 1008 നാളികേരത്തോടു കൂടെയാണ് നടത്തുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി മനക്കൽ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെയും വിഷ്ണു നമ്പൂതിരിപ്പാടിൻ്റെയും കാർമ്മികത്വത്തിലാണ് കർമ്മങ്ങൾ നടക്കുന്നത്. 8 മണിക്ക് ഗജപൂജ, 9 മണിക്ക് ആനയൂട്ട്, 10 മണി മുതൽ പ്രസാദയൂട്ട്, പ്രസാദ വിതരണം, അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പ്രത്യക്ഷ ഗണപതി ചെർപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ, മറ്റു ഗജവീരന്മാർ ചെർപ്പുളശ്ശേരി മണികണ്ഠൻ, ശ്രീകൃഷ്ണപുരം വിജയ്, പൂർണേശ്വരി കൊച്ചയ്യപ്പൻ, മീനാട് കേശു എന്നീ 5 ഗജവീരന്മാരാണ് നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ചെർപ്പുളശ്ശേരിയിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പി കുട്ടൻ, സെക്രട്ടറി കെ പി ബാലകൃഷ്ണൻ, സംഗീതോത്സവ കമ്മിറ്റി സെക്രട്ടറി സുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു. അച്ഛൻ ഭയങ്കര ആലോചനയിലാണല്ലോ. നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങിക്കൊടുത്ത സമ്മാനമാണിത്. കാലെത്ര കഴിഞ്ഞാലും ആ ഓർമ്മകളുടെ തിളക്കത്തിന് ഒരു മാറ്റവും വരില്ല. ഇതെങ്ങനെയുണ്ട് അച്ഛാ? നീ ഇത് എവിടുന്നാ വാങ്ങിച്ചത് മോനെ? അച്ഛൻ അമ്മയ്ക്ക് ആദ്യമായി സമ്മാനം വാങ്ങി അവിടെ നിന്ന്. രഞ്ജിഷ് ഹി സഹി. സെലിബ്രേഷൻ ഓഫ് 39 ഗോൾഡൻ ഇയേഴ്സ്. ആഭരണങ്ങൾ ആഘോഷമാകട്ടെ. MA സൺസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെർപ്പുളശ്ശേരി.